അതിനുണ്ട് കിടല്ലേ? സുലൈമാനി 168 ഓക്കെ. അപ്പോൾ സുലൈമാനി കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത് സുലൈമാനി 168 168 എന്ന് പറ 168. ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് തൃശ്ശൂരിൽ തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു റെവല്യൂഷണറി റെസ്റ്റോറൻറ്റ് എന്ന് പറയണം. കാരണം പൊതുവേ നമ്മളങ്ങനെ വെരി ന്യൂ റെസ്റ്റോറൻറ്റ് ആക്ച്വലി അല്ലേ, 6 മാസമായിട്ടുള്ളൂ. പ്രോപ്പർ മലബാറി മുസ്ലിം ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്നങ്ങ് താഴോട്ട് വളരെ കുറവാണ്. അപ്പോൾ തൃശ്ശൂർ ഈ റെവല്യൂഷണറി റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവം സുലൈമാനി 168 ഉണ്ടാക്കിയ ആൾ, അതിൻ്റെ ഒരു പേര്, അതായത് ഈ കടയുടെ പേര് സുലൈമാനി 168 അല്ലേ? അതെ. അപ്പോൾ ഈ അടിപൊളി സുലൈമാനിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ആ മഹാവ്യക്തിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2 പേരുണ്ട്, അതിലൊരാള്. മഞ്ജിത്തിന്റെ പേരെന്താണ്? ഷൈമ മനാസ്. അപ്പം ഷൈമയും മനാസും ആണ് ഇതിന് പിന്നിലുള്ള ആൾക്കാരല്ലേ? ഇത് ഇങ്ങനെ ആക്കിക്കൊണ്ടുവന്ന നിങ്ങളാണെന്നൊക്കെ അല്ലേ? ഓക്കെ, മുതലാളി നടക്കും. ഓക്കെ. അപ്പം ഷൈമ, ഞാൻ ചോദിക്കാനുള്ള മേജർ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂർ പോലുള്ള ഒരു സിറ്റിയിൽ പ്രോപ്പർ മലബാറി ക്യൂസീൻ തരുന്ന ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള ഒരു പ്രചോദനം? പിന്നെ പ്രത്യേകിച്ച് പ്രചോദനം എന്ന് പറയാനൊന്നുമില്ല, ഇത് ഞങ്ങളൊരു പാഷനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും IT സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കോളേജ് കഴിഞ്ഞു, വർക്കിംഗ് അത് കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ വർക്കിംഗ് ഒക്കെ ആയി, ബിസിയായി, ലൈഫായി. പിന്നെ IT, അതെ IT. ഞങ്ങൾ ഡൽഹി ബേസ്ഡ് ആയിരുന്നു. അവിടുന്ന് കഴിഞ്ഞു. പിന്നെ അതൊരു മെക്കാനിക്കൽ ലൈഫ് പോലെ തോന്നി. അങ്ങനെ ആയി വരാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്കും ഒരു മാറ്റം വേണം തോന്നി. അങ്ങനെ നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ അല്ല, ഞങ്ങൾ കണ്ണൂരാണ്. ഒരുപാട് ഇന്നോവേഷൻ കാണാം ഇവിടെ. സിമ്പിൾ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. വെരി സിമ്പിൾ, നമുക്ക് ആർക്കും ഏത് മലയാളിക്ക് വന്നാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് എനിക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാം ബഷീർ മാഷിൻ്റെ ഡയലക്റ്റും സ്റ്റോറിയിലും ഓരോ ഡയലോഗ്സ് ഒക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതൊക്കെ ഹസ്ബൻഡ് ഐഡിയ ആയിരുന്നു, തീം ചെയ്യണം ഇങ്ങനെ എന്നുള്ളത്. കുറേ ക്യാരക്ടേഴ്സും ഇതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയത്. ബഷീറിൻ്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ എല്ലാവരും അത്രയും ഓർക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ. ഈവൻ ഏത് കുട്ടിക്ക് പോലും അറിയാം പാത്തുമ്മയുടെ ആട് എന്നൊക്കെ പറഞ്ഞ യെസ് നമ്മൾ. അപ്പോൾ അത്രയും ക്യാരക്ടേഴ്സ് കിട്ടാൻ, പിന്നെ ആൾ ഭയങ്കര ഫാനാണ് ബഷീറിൻ്റെ. ബഷീർക്കാണ്, അതായത് റെസ്റ്റോറൻറ്റിന്റെ പേര് എന്തുകൊണ്ട് സുലൈമാനിയിട്ട് റെസ്റ്റോറൻറ്റ്? അത് ബഷീറിൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രിങ്ക് ആണെന്ന് തോന്നുന്നു സുലൈമാനി. പിന്നെ പ്ലസ് ഉള്ളിലോട്ടൊക്കെ നമ്മൾ ഓരോ റൂമും ഓരോ നോവലിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു വാതിൽ എന്നൊക്കെ വാതിലിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് പോയെന്നറിയില്ല. അത് അത്ര പെട്ടെന്ന് എത്താൻ പറ്റില്ല. അവര് കണ്ടിട്ടില്ല സ്വർഗം, ഞങ്ങൾ ആരും കാണിക്കൂല. വേറൊരു കാര്യമുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത്, ഭയങ്കര ഡിഫറെന്റ് പേരാണ്. അപ്പം പേര് വായിച്ചിട്ട് ഭക്ഷണം എന്താണെന്ന് മനസ്സിലായത് ആന ചവിട്ടിയത്. അത് മാത്രമല്ല, എങ്ങനെയാണ് അപ്പം ഈ റെസ്റ്റോറന്റ് പേര് വന്നത് 168 168 എന്നൊക്കെ ഉള്ളത്? കുറെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡിസ്കഷനിൽ വന്നൊരു സംഭവം. ഇത് മുമ്പേ നമ്മളിടയിൽ ഉണ്ടായിരുന്ന ഒരു ടോക്ക്, ഒരു വേർഡായിരുന്നു. പ്ലസ് നമ്മൾ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതും കൂടി ലിങ്ക് ചെയ്തു. തൃശ്ശൂരിലെ ഹോട്ടൽ സുലൈമാനി ഷക്കീല. അതൊരു ഡിഷാ. അല്ല, ഈ ആന ചവിട്ടി എന്ന് പറഞ്ഞത് അത് ആക്ച്വലി നമ്മൾ തൃശ്ശൂരിലെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവിടുത്തെ ഒരു കൾച്ചറായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു ഡിഷസിന് പേരൊക്കെ നമ്മൾ അങ്ങനെ ആലോചിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ആന വരാൻ സാധ്യതയുള്ള ഡിഷ്. അതെ. അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ഡിഷ് നമ്മളെ മെനുവിൽ വന്നപ്പോൾ അത് കാണുമ്പോൾ ഒരു ഇച്ചിരി ആന ചവിട്ടി പോലെ തോന്നി. അങ്ങനെ ഒരു ചെറിയ ചവിട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ഇത്? അതുപോലെ ജസ്റ്റ് അത് ഒരു അരി കൊണ്ടാക്കിയിട്ട് വരുന്ന, സ്റ്റീം ചെയ്ത് വരുന്ന ഒരു അപ്പമാണ്. അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നല്ല പണിയാണ്. ഇങ്ങനെ ചെറിയ ബോൾസ് എടുത്തിട്ട് ഉരുട്ടി അങ്ങനെ ആക്കിയെടുക്കാം. 1-2 മണിക്കൂറൊക്കെ എടുക്കും അത് റെഡി ആവാൻ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് പേര്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളാണ്. മെനു നോക്കിയാൽ അറിയാം, എല്ലാം മലയാളീകരിച്ചിട്ടുള്ള പേരുകളാണ് അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സുലൈമാനി നല്ല അടിപൊളി സുലൈമാനിയാണ്. സുലൈമാനി ആയിരുന്നു തുടക്കം, അതെന്തായാലും കിടുവായിട്ടുണ്ട്. ഞങ്ങളെ എക്സ്പെക്ടേഷൻസ് എവിടെ എത്തിയിരിക്കുന്നത്? സർപ്പാസ് ആകുമോ അതോ? ഇല്ല, ഒരിക്കലും അല്ല, സർപ്പാസ് ആകും. ഓക്കെ. അപ്പോൾ ഫുഡിന് എന്ത് ഗ്രേഡ് കിട്ടും? റെസ്റ്റോറൻറ്റ് ഇതുവരെ ഞങ്ങൾ ഫുൾ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭക്ഷണം എന്തൊക്കെ പറഞ്ഞാലും മതി, എന്നെ
അതെ ഭക്ഷണമാണ് ഇമ്പോർട്ടൻറ്റ്. നമ്പർ 1. അതുണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ ഞാൻ ഒന്ന് തട്ടിയിട്ട് വരാം. നീ റെഡിയാണോ? തെറ്റിദ്ധരിക്കുന്നത് സുലൈമാനി മാത്രം. തൃശ്ശൂർ സുലൈമാനി ഹോട്ടലിലെ വിഭവങ്ങൾ. ഓക്കെ. തൃശ്ശൂരിലെ സുലൈമാനി ഒന്നാറട്ടെ ഹോട്ടലിലെ വിഭവങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നിരത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഭയങ്കര ആദ്യം തന്നെ സിസ്ലർ മാതിരി വന്ന ഈ സാധനത്തിന്റെ പേരാണ് കേട്ടോ ഈ ആന ചവിട്ടി എന്ന് പറഞ്ഞത്. അപ്പം ഈ അരിന്റെ ഈ സാധനത്തിനാണ് ആന ചവിട്ടിയതുപോലെ ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ? 2 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞത്. അതെ, ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡിഷാണ്. അപ്പൊ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ? അരിമാവും ചിക്കനും. ഞാൻ വേറൊരു സ്ഥലത്ത് മലബാറിൽ പോയപ്പം ഈ ബീഫിൽ ഇങ്ങനെ അരിയുണ്ട്, കുഞ്ഞു അരിയുടെ ഈ ഉണ്ട പോലെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു സംഭവമുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് എന്നെ സിസ്ലർ രൂപത്തിൽ തന്നാണ്. ഇപ്പോൾ പ്രസൻറ്റേഷൻ വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ടേസ്റ്റും നന്ന അല്ലേ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ആദ്യം തന്നെ എടുത്ത് പറയുന്നത് അതെ, നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഡിഷ് മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നത്. ആൻഡ് ഇറ്റ് ഈസ് യം, ഭയങ്കര ടേസ്റ്റും ഉണ്ട്. അപ്പം ഡെഫിനറ്റ്ലി മീറ്റ്സ് അവർ എക്സ്പെക്ടേഷൻസ്. നമ്മൾ വിചാരിച്ച ബാർ ആ സ്റ്റാൻഡേർഡ് ഈ ഡിഷ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി എന്നൊക്കെ പറയണോ? അല്ല, അങ്ങനെയല്ല. സീരിയസ്ലി ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ കൊണ്ടുവന്ന രീതി വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആൻഡ് ഷോക്കിംഗ് അല്ലേ. അത് നല്ലൊരു സർപ്രൈസ് എലിമെൻ്റ് ആണ്. അപ്പം ഇതാണ് നമ്മൾ കണ്ട ആന ചവിട്ടി. ഓക്കെ, ഇനി ആന ചവിട്ടിയിൽ നിന്ന് നമ്മൾ കിടക്കുന്നത് ഷക്കീല. നല്ല സൂപ്പർ സെക്സി ആയിട്ടുണ്ട് അല്ലേ. ഹോട്ട് ആൻഡ് സ്പൈസി എന്ന് പറഞ്ഞാൽ ഇതിനെ കേട്ടോ. നല്ല എരിവ്, നല്ല സ്പൈസ്. ഭയങ്കര ഈ സ്പൈസി ക്യൂസീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. കാരണം ഡിഷ് ആസെറ്റ് തന്നെ സ്പൈസിയാണ്. ചമ്മന്തി ഭയങ്കര സ്പൈസി അല്ലേ. സോസ് നല്ല സ്പൈസിയാണ്. ആക്ച്വലി നമ്മൾ പൊറോട്ട പോലത്തെ അല്ലെങ്കിൽ നമ്മൾ മെക്സിക്കൻ ഫുഡിൽ പറയുന്ന ടാക്കോ പോലത്തെ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ബീഫിൻ്റെ ഫില്ലിംഗ് ആണ്. ബീഫും ചീസും അങ്ങനെ എന്തൊക്കെ കുറേ സാധനം മേവാണോ? ഓക്കെ, അപ്പം നല്ല യമ്മി ഫുഡാണ്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ആന ചവിട്ടിയതിനേക്കാൾ കൂടുതൽ ഒരു പിടി കൂടുതൽ എനിക്ക് ഇഷ്ടമായ ഷക്കീലേനെയാണ്. നിനക്കോ? അല്ലേ? അതെ, നിങ്ങൾക്കും ഷക്കീലേനെ ഒരുപാട് ഇഷ്ടമാവും. വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വൺ മോർ ബൈറ്റ്. ഉള്ളത്തെ ഫില്ലിംഗ് ഇസ് ഓൾസോ നൈസ്. റാപ്പ് ചെയ്തിരിക്കുന്ന സാധനം ക്രിസ്പി, അതെ, എന്നാൽ സോഫ്റ്റ്നെസ്സും ഉണ്ട്. KK47 കടന്നാലോ? അവസാനം മധുരത്തിലോട്ട് പോയി. KK47 ഇതോ? ഇല്ല, ഇത് ആയിക്കോട്ടെ. ഉള്ളിൽ ഫില്ലിങ്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ. നല്ല ചൂടുണ്ട്. KK47 അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നുള്ളത്. കല്ലുമ്മക്കയാണ്. കുട്ടി പീസുകളായിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ. എനിക്കൊന്ന് പറഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കല്ലുമ്മക്കായ ആണ് എന്നറിയാൻ ചാൻസ് കുറവാണ് അറിയാത്തവർക്ക്. അതെ, കാലിക്കറ്റുകാർക്കൊക്കെ അറിയേണ്ടതാണ്. അതെ, നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് കോഴിക്കോട്, കൊച്ചി അങ്ങനെയൊന്നുമില്ല. നമുക്ക് ലോകമെമ്പാടും പറയുന്ന ഒരു സാധനമാണ് ചിക്കൻ മോമോസ്. അപ്പം അങ്ങനെ ഒരു നേപ്പാളി ഡിഷിനെ എടുത്ത് മലബാരീകരിച്ചിരിക്കുകയാണ്. കുറേ സ്പൈസസ് ഉണ്ട് കേട്ടോ. സ്റ്റാർ അനീസ് ഉണ്ട്, മറ്റേ നമ്മളെ കോല് വരുന്ന സാധനത്തിൻ്റെ പേര് ബേസിക്കലി ഗരം മസാല സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചിക്കൻ മോമോസ് ആണ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പൊതിച്ചോറാണ്.
അതേപോലെ മോയിസ്റ്റ് ബീഫാണ്. നീ കണ്ടോ, ഇതിങ്ങനെ ഫോർക്ക് വെച്ച് ഷ്രെഡ് ചെയ്യുമ്പം ഇങ്ങനെ വരുന്നുണ്ടല്ലേ പീസായിട്ട്. അപ്പം അത് അത്രയും മോയിസ്റ്റ് ആണ്. എന്ന് എനിക്കൊരു സംശയം ഇല്ലാണ്ടില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഷൂട്ടിന്റെ ബ്രേക്കിന്റെ ഇടയിൽ നീ വല്ല ഇന്റർനെറ്റ് ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ടോ? പണ്ട് ഇതിന്റെ ABCD പോലും അറിയില്ലായിരുന്നു കേട്ടോ. ബീഫ് ഏതാ, ചിക്കൻ ഏതാ, മീൻ ഏതാന്ന് പോലും അറിയില്ലായിരുന്നു. എടാ ഭയങ്കര ടേസ്റ്റ്. നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, ഹോട്ട് ആൻഡ് സ്പൈസി തുടങ്ങിയതിന് ശേഷം ഫുഡിൻ്റെ അടുത്ത് ഒരുപാട് ഇൻസ്പയർ ആവുന്നുണ്ട്. അപ്പം കുറേ ഇൻ്റർനാഷണൽ ചാനൽസ് ഉണ്ടല്ലോ നമുക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പം അതൊക്കെ കുറച്ചൊന്ന് കാണാനൊക്കെ തുടങ്ങി. ഇന്റർനാഷണൽ സാധാരണ കാണില്ല, സാധാ നമ്മളെ ഷോയില്ലേ കേരളത്തിലെ ഓഡിയൻസിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഹോട്ട് ആൻഡ് സ്പൈസി. നമ്മളപ്പോൾ ഇൻ്റർനാഷണൽ കൂടെ കാണണ്ടേ, സ്റ്റാൻഡേർഡ് കൂടണം, ബാർ റേസ് ചെയ്യണം. ഓ യം, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഒന്നും വിചാരിക്കരുത്, എനിക്ക് സുലൈമാനിയിലെ ബീഫ് ഐറ്റംസ് ആണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. ഡിഷൊന്നുമല്ല, ഭയങ്കര സിമ്പിൾ ഡിഷാണ്. അല്ല കാഴ്ച ടേസ്റ്റ് ഭയങ്കര സിമ്പിൾ, അങ്ങനെ ഭയങ്കര ഓവർ പവറിങ് മസാല അതൊന്നുമില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അത് ഇങ്ങനെയൊക്കെ തരുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ അല്ലേ, പൊതിച്ചോറിലൊക്കെ തരുമ്പോൾ ഉള്ളൊരു സുഖം അത് വേറെ തന്നെയാണ്. ഒരു പടിക്ക് കൂടുതൽ സുലൈമാനി ഹോട്ടലിലെ ബീഫ് ഡിഷസ് ആണ് സ്റ്റാറായിട്ട് നിൽക്കുന്നത്. കാരണം ഞാൻ നോക്കിയ ഷക്കീലേനെയും ഇറച്ചിച്ചോറിനെയും പിന്നെ ആന ചവിട്ടിയേയും ചിക്കൻ മോമോസിനെയും രണ്ട് സൈഡിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം എവിടെയോ ബീഫാണ് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. യെസ്, അപ്പം കണ്ടില്ലേ സ്നേഹം കണ്ട. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വന്നാൽ ഞങ്ങൾ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് വുഡ് ബി ഷക്കീല. ഒന്നും തെറ്റിദ്ധരിക്കരുത്, പേര് കൊണ്ടല്ല ഫുഡ് കൊണ്ടാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ആൻഡ് സെക്കൻഡ് വുഡ് ബി ഇറച്ചിച്ചോറ് അല്ലേ. അപ്പം നമുക്ക് ആ പിന്നെ അവസാനമായിട്ട് നല്ല സ്പൈസി ഫുഡായിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു. അപ്പം അത് തീർക്കാൻ വേണ്ടി എൻ്റെ ഫേവറേറ്റ് സ്വീറ്റ് മലബാറി എന്താണ് കുട്ടി? ഉന്നക്കായ അല്ലേ? അതെ, ഉന്നക്കായാണ്. ജീവിതത്തിൽ ഒരിക്കലും ഷെയർ ചെയ്യാത്തൊരു സാധനമാണ്, പക്ഷെ എന്നാലും സ്നേഹം. അവൾ ഓൾറെഡി ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ്. ഇത് കണ്ടുപിടിച്ച ആളെ എൻ്റെ കൈ കിട്ടിയ. അങ്ങനെ നമ്മൾ എല്ലാ വിഭവങ്ങളും കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വെർഡിക്റ്റിൻ്റെ സമയമായിരിക്കുകയാണ്. അല്ല, അതിനു മുമ്പ് നമ്മുടെ റെസിപ്പി ബുക്കിലോട്ട് ഏത് റെസിപ്പിയാണ് പോണെന്ന് പറയണ്ടേ? ആദ്യം തന്നെ ഇത് വെരി ഹോട്ട്, ദ വെരി സ്പൈസി, ദ വെരി സെക്സി ഷക്കീല. രജീഷയ്ക്കും പൂജയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് എന്ന് പറഞ്ഞത് ഷക്കീലയാണ്. ഇവരുടെ പരിപാടി പോലെ തന്നെ ഹോട്ട് ആൻഡ് സ്പൈസിനെ ശരിക്കും അതിനെ പേരിന് റിസംബിൾ ചെയ്യുന്ന ഒരു ഡിഷും കൂടിയാണ് ഷക്കീല. അപ്പോൾ നമ്മൾക്കിന്ന് ഷക്കീല എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള ആക്ച്വൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനീഷ്യലി തുടങ്ങിയത് ഷക്കീല മൈദ വെച്ചിട്ടായിരുന്നു, മൈദയുടെ പൊറോട്ട ഉപയോഗിച്ചിട്ടായിരുന്നു ഷക്കീല തുടങ്ങിയത്. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്ന ഒരുമാതിരി എല്ലാ ഫുഡിലും നമ്മൾ മിനിമം മൈദ, നോ അജിനമോട്ടോ, നോ കളേഴ്സ്, പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ നമ്മൾ പൊറോട്ട മൈദയിൽ മാറ്റിയിട്ട് ആട്ടയാക്കി, ഷക്കീലയുടെ പേര് മാറ്റി ഡയറ്റ് ഷക്കീല എന്നും ആക്കി. അപ്പം ഈ ആട്ടയിലുള്ള പൊറോട്ട നമ്മൾ നോർമൽ രീതിയിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കും, പക്ഷേ മൈദയുടെ ആ ഒരു കംഫേർട്ട് നമുക്ക് കിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഇറ്റ്സ് മച്ച് മോർ ബെറ്റർ. ആട്ടയുടെ പൊറോട്ട തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. അതിനൊന്നും കൂടി ഒന്നൊരു പഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊറോട്ട കുഴക്കുമ്പം തന്നെ കുറച്ച് വറുത്ത എള്ളും കൂടി അതിലേക്ക് അങ്ങ് ചേർക്കും. അത് പിന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്യുമ്പോൾ ആ എള്ള് നമ്മൾക്ക് കടിക്കുമ്പോൾ കിട്ടുന്നൊരു ചെറിയൊരു ഡിഫറെൻറ്റ് ടിഞ്ച് ഓഫ് ഒരു ഫ്ലേവർ വരും. അത് ശരിക്കും കഴിക്കുമ്പം നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറൻസും കൂടി ഉണ്ടാക്കും. ഈ പൊറോട്ട പിന്നെയും നമ്മൾ പശു നെയ്യിൽ ഒന്നും കൂടി ഇട്ട് ടോസ്റ്റ് ചെയ്യും. ആ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എള്ള് നമ്മളതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊറോട്ടയുടെ ടോപ്പിലേക്കും ഈ എള്ള് വന്ന് ഒന്ന് സ്റ്റിഫായിട്ട് അങ്ങ് പിടിച്ച് നിൽക്കും. ഈ പൊറോട്ടയിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് ചീസ് അങ്ങ് സ്പ്രെഡ് ചെയ്യുക. ഇപ്പം ചീസിന് ശേഷം നമ്മുടേതായ ഒരു യുണീക്ക് ചട്നി ഉണ്ട്. ഈ വറ്റൽ മുളകും ഗാർലിക് അതുപോലെ തന്നെ ജിഞ്ചറും ഇട്ടിട്ട് പേസ്റ്റ് ചെയ്ത് പിന്നെ കശ്മീരി മുളകും ആഡ് ചെയ്തിട്ടുള്ളൊരു ചട്നിയാണ്.
ഈ ചട്നിയും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ബീഫ് 168 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. ഒരു 3 മണിക്കൂറോളം ഈ കശ്മീരി മുളകിലും ഗ്രാമ്പൂ പട്ട അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത ജിഞ്ചറിൽ ഈ ബീഫിനെ നമ്മൾക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 to 40 മിനിറ്റ്സ് കുക്കിംഗ് ടൈമുണ്ട്. കുക്കിങ്ങിൽ തന്നെ ഈ ബീഫ് മെല്ലെ വെന്ത് ഇതിൽ നിന്നുള്ള ജ്യൂസൊക്കെ പുറത്ത് പോകാതെ ഇതിനെ അബ്സോർബ് ചെയ്ത് ഇതിൽ തന്നെ കിടന്ന് വെന്ത് കിട്ടുന്നൊരു പരുവത്തിലാകുമ്പോൾ ഇതിന് നമ്മൾ പുറത്തെടുത്ത് ഒരല്പം വെളിച്ചെണ്ണയിലും കറിവേപ്പിലയും ഇട്ട് വാട്ടി ഇതിനൊന്നും കൂടി ഒന്ന് മുരിപ്പിച്ചെടുക്കും. ഇങ്ങനത്തെ ഒരു ബീഫിനെ നമ്മൾ പിന്നെ ഈ പൊറോട്ട, അതിൻ്റെ മുകളിൽ ചീസ്, അതിൻ്റെ മുകളിൽ ഈ നമ്മുടെ ഒരു സ്പെഷ്യൽ ചട്നി, അതിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുകയാണ്. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ്സ് ഇതിനൊന്നും കൂടി ഒന്ന് ചീസും ചട്നിയായിട്ടൊന്ന് മിങ്കിളാവാനുള്ള ടൈം കൊടുക്കുക. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഷക്കീൽ ഈസ് റെഡി. തൃശ്ശൂർ ജില്ലയിൽ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് റെസ്റ്റോറൻ്റ് ആയിരുന്നു നമ്മുടെ മുന്നിൽ വന്ന ഹോട്ടൽ സുലൈമാനി. 168 എന്നൊക്കെ പറഞ്ഞ്. അപ്പം പറയുകയാണെങ്കിൽ വലിയ എന്താ പറയുക, വലിയ 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ ഭയങ്കര വലിയ സെറ്റപ്പോ ഒന്നുമല്ല. പക്ഷേ കാണുമ്പം നമുക്ക് വന്ന് കയറാൻ തോന്നുന്നു, നമുക്ക് വന്ന് ഇരിക്കാൻ തോന്നുന്നു. ഒരു പക്ഷേ അതെ, എക്സാക്ട്ലി, നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമ്മൾ വന്ന് അവിടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഇത് എന്തപ്പോൾ സംഭവം, നമ്മൾ യൂഷ്വലി കാണുന്ന പോലുള്ള കാര്യങ്ങളല്ലല്ലോ. കുറേ ചിത്രങ്ങളുണ്ട്, മരമുണ്ട് ഫ്രണ്ടിൽ തന്നെ, വാതിലാണ് മെനു എഴുതി വെച്ചിരിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഉള്ളി കയറി വരുമ്പോൾ ബഷീറിൻ്റെ കുറേ വാക്യങ്ങളും കുറേ പുസ്തകങ്ങളും കാണാം. വളരെ മലയാളീകരിച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. എന്നാൽ ഡിഷസും നാടനാണ്, എന്നാൽ ഒരു ഇന്റർനാഷണൽ, ഒരു മോഡേൺ ടച്ച്. അല്ലേ? എനിക്കൊന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ നാടൻ രുചികൾ ലോകം അറിയുന്നതും, അല്ലേ? കുറച്ചും കൂടെ ആൾക്കാർക്ക്, പുറത്തുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്നത് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് വരുമ്പോഴായിരിക്കും. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഇങ്ങനത്തെ ചില റെസ്റ്റോറൻറ്റ്സ് ഞാൻ പൂജ ഇങ്ങനെ സംസാരിക്കും, അവൾ എന്നോട് പറയുന്നത് എടി നമുക്കും തുടങ്ങേണ്ട ഇങ്ങനെ ഒന്നൊക്കെ. അപ്പം നമ്മളുടെ ഉള്ളിൽ ഒരു എന്താ പറയുക ഉണർവ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു പ്രചോദനം തരുന്ന, ഇങ്ങനെയൊന്നും നമുക്ക് വേണമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ഞാൻ ആദ്യം തന്നെ കറേജ്, അവരുടെ ഷൈമയുടെയും ഹസ്ബൻഡിൻ്റെയും കറേജിനെ നമ്മൾ സ്പെഷ്യലി അപ്രീഷിയേറ്റ്. യങ് കപ്പിൾ, അതും ബിസിനസ് ഫാമിലി അല്ല, അവർ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അത് വേണ്ട എന്ന് വെച്ച് ബിസിനസ്സിലോട്ട് ഇറങ്ങി. അതും തൃശ്ശൂർ മലബാർ ഒരു ബിസിനസ് ആണ് ഹോട്ടൽ ബിസിനസ്. കാരണം ചിലപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇവിടെ അത്രയും തിരക്കാണ്, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിന് ഉള്ളൊരു തെളിവ്. അതെ, സത്യം. ഇന്നത്തെ യൂത്തിന് വേണ്ടി നല്ലൊരു പ്രചോദനം കൂടിയാണ്. അതിൻ്റെ കൂടെ അത് മാത്രമല്ല, എന്താ പറയുക, വൈകുന്നേരം സായന കാലങ്ങളിലാണെങ്കിൽ രാവിലെ എനിക്കൊന്ന് ബ്രഞ്ച് മുതൽ രാത്രി ഡിന്നർ വരെ പുള്ളിക്കാരി ഇവിടെ അടിപൊളി ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. അതെ, 11 to 11 ആണ്. അപ്പം വന്നിരുന്ന് ഫാമിലിയുടെ കൂടെ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും അത് ചിൽ ചെയ്തിരുന്ന് നല്ല അടിപൊളി മലബാരി ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടാൻ ഈ കാലത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹാങ് ഔട്ട്സ്. അത് പിള്ളേർക്കും ഫാമിലിക്കൊക്കെ വന്ന് എടുത്ത് സെൽഫി ഒക്കെ എടുക്കാൻ പറ്റിയ കളർഫുൾ ബാക്ക്ഗ്രൗണ്ട്. അതെ, അപ്പം ഫോർ ദി ആംബിയൻസ്, ഫോർ ദി പ്രസന്റേഷൻ, ഫോർ ദി ടേസ്റ്റ് ഓഫ് ദി ഫുഡ് ആൻഡ് ഫോർ എവറിത്തിങ്, നമുക്ക് തന്ന എല്ലാ ഫെസിലിറ്റിക്കും എല്ലാത്തിനും കൂടെ നല്ലൊരു ഹോസ്റ്റും കൂടിയാണ്. അതെ, വളരെ സ്മാർട്ട് ഹോസ്റ്റ്, വെരി പ്രിറ്റി, മൊഞ്ചത്തിയാണ്, നല്ല ചിരിച്ചോണ്ട് പറയുമ്പം ഞാൻ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്നൊക്കെ പറയുമ്പം ഒരു മടുപ്പുമില്ലാണ്ട് വന്ന് ചെയ്തു തന്നു. അതെ, ഭയങ്കര സ്വീറ്റ് ആണ്. അപ്പം എല്ലാത്തിനും കൂടെ, അപ്പം സ്വീറ്റ്നെസ് അപ്പാർട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിനെ നോക്കുമ്പോൾ, അതായത് ഫുഡ്, അതിൻ്റെ ക്വാളിറ്റി, ഇവിടുത്തെ ആംബിയൻസ്, പ്രസൻറ്റേഷൻ എല്ലാം കൂടെ നോക്കുമ്പോൾ ഞങ്ങളുടെ വേർഡിക്ട്, ദ ഗ്രേഡ് വി ആർ ഗോണ ഗിവ് ഇസ് A. യെസ് അല്ലേ? ഓക്കെ, അപ്പം A ഗ്രേഡാണ് നമ്മുടെ സുലൈമാനി 168 ഹോട്ടലിന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എനിവേസ് അടുത്തതായി എന്തായാലും നിങ്ങൾ എല്ലാവരും വന്ന് വന്ന് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് വീണ്ടും വന്നുകൊണ്ടിരിക്കേണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണ്, അല്ലേ? തൃശ്ശൂർ വരുമ്പോൾ, ഈ ഭാഗത്ത് വരുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി വന്നിരിക്കേണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഞങ്ങൾ തരുന്ന ഈ റെസിപ്പീസൊക്കെ വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് കഴിക്കുക. ആൻഡ് ബെറ്റർ വേറൊരു കഥയുമായിട്ട്, ഒരുപാട് കഥകളുമായിട്ട്, കുറേ ഇൻസ്പിറേഷനുമായിട്ട്, കുറേ നല്ല ഭക്ഷണവുമായിട്ട്, വേറൊരു ഹോട്ടലുമായിട്ട് രജിഷയും പൂജയും അടുത്ത എപ്പിസോഡിൽ വരും. അതുവരെയും കാണാൻ മറക്കണ്ട. ദിസ് ഇസ് ഹോട്ട് ആൻഡ് സ്പൈസി.